السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിശുദ്ധമായ ദീനുൽ ഇസ്ലാം അഹ്ലുസുന്നത്തി വൽ ജമാഅ പഠിപ്പിച്ച ഓരോ ആശയങ്ങളും നാം പഠിച്ചവരാണ്, അറിഞ്ഞവരാണ്, മനസ്സിലാക്കിയവരാണ്. അതുപോലെ അദ്ദിജാലു ഖവ്വാമൂന അലൻ നിസാ എന്ന് ഖുർആനിൽ കാണാം. സ്ത്രീകളെ നിയന്ത്രിക്കേണ്ടത് അത് ആണുങ്ങളാണ്. അതുപോലെ വിശദീകരിച്ച് ഫുഖഹാക്കൾ നമ്മോട് പറഞ്ഞു തന്നു, സ്ത്രീകൾ നിസ്കരിക്കേണ്ടത് വീട്ടിലാണ്, പള്ളിയിൽ അല്ല. അതിനെതിരെ വഹാബികളും പുത്തനാശയക്കാർ പറഞ്ഞു, അല്ല, വീട്ടിലല്ല, പള്ളിയിൽ പോയി നിസ്കരിക്കണം. അങ്ങനെ വഹാബികളുടെ പള്ളികളിൽ സ്ത്രീകളെയും നിസ്കരിപ്പിക്കുന്ന രംഗം നമ്മൾ കണ്ടുവരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോഴും നമ്മൾ പറഞ്ഞു, ഫബയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, അവർക്ക് അവരുടെ വീടാണ് ഖൈർ. ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, വീട്ടിൻ്റെ ഉള്ളിൻ്റെ ഉള്ള് അതാണ് ഏറ്റവും അവർക്ക് ഖൈർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് കാണാം. എന്നാൽ അതിനെതിരായി, ഫുഖഹാക്കൾക്കെതിരായി പള്ളിയിലേക്ക് വരണം, പള്ളിയിലേക്ക് അവരൊക്കെ വരണമെന്ന് പറഞ്ഞവരാണ്. പക്ഷേ ഇപ്പോൾ ഒരു സുഹൃത്ത് പറയാണ്, ഒരു വഹാബി പറയാണ്, പള്ളിക്ക് വരണ്ട, കാരണം പ്രശ്നമാണ്. സുബ്ഹാനല്ലാഹ്. ഇത് തന്നെയാണ് മുമ്പ് പറഞ്ഞത്. നമ്മൾ അതിനൊരുപാട് കാരണങ്ങൾ പറഞ്ഞു, എന്തുകൊണ്ട് പള്ളിയിലേക്ക് വരണ്ട. അതിന് ധാരാളം കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, ഫിത്നയെ ഭയക്കണം. ഫിത്ന ബുദ്ധിമുട്ടാണ്. ആണ് വന്നാലൊരു പ്രശ്നമില്ല, പെണ്ണുങ്ങൾ വരുമ്പോൾ അവിടെ വലിയ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു. പക്ഷേ അവർ അത് ചെവി കൊണ്ടില്ല. ഇപ്പോൾ പറയാണ്, വീട്ടിൽ ഉമ്മ പള്ളിക്ക് പോയാൽ ആ കുഞ്ഞ്, അതായത് മകൾ അവിടെ ഉണ്ടെങ്കിൽ ആ മകളെ ഒറ്റക്കാക്കി പോകാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, ആ മകളെ ആരെങ്കിലും വിളിച്ചു കൊണ്ടുപോകും, അവൾ ആരോടെങ്കിലും ചാട്ട് ചെയ്ത് ആരോടെങ്കിലും ഇറങ്ങിപ്പോകും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ പള്ളിക്ക് വരണ്ട എന്ന് ആ സലഫി പറയണം. സുബ്ഹാനല്ലാഹ്. എന്തൊരവസ്ഥ! ഇന്ന് വരെ പറഞ്ഞു പള്ളിയിലേക്ക് പെണ്ണുങ്ങൾ വരണം. നമുക്കറിയാം, പ്രയാസം ഇന്നല്ല, അന്ന് തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ഫോട്ടോ കണ്ടതാണ്. പള്ളിയിലേക്ക് പെണ്ണുങ്ങൾ വരുന്നു, മുമ്പിൽ ആണുങ്ങൾ നിസ്കരിക്കുന്നു, ബാക്കിൽ പെണ്ണുങ്ങൾ നിസ്കരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഒരു കുരുത്തം കെട്ട ഒരാൾ സുജൂദിന് പോകുന്ന സമയത്ത് അയാളിങ്ങനെ തിരിഞ്ഞു നോക്കണം. ആരെ? പെണ്ണിനെ തിരിഞ്ഞു നോക്കുന്നു. ഇതിനു വേണ്ടിയാണ് അവർ വിളിപ്പിക്കുന്നത്. ഏതായാലും ഇപ്പോൾ അവർ പറയുന്നു വരണ്ട. അയാളൊന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടു നോക്ക്. ഒരിക്കലും നിങ്ങളുടെ മക്കളെ, കുട്ടിയെ അല്ലെങ്കിൽ കുട്ടികളെ ഒറ്റയ്ക്ക് വീട്ടിൽ നിർത്തി നിങ്ങൾ തറാവീക്ക് പോവരുത്. പ്രിയപ്പെട്ട സ്ത്രീകൾ, ഞാനിപ്പോൾ ഈ നോമ്പ് തുടങ്ങിയിട്ട് ഒരു 7 ദിവസമായിട്ടുള്ളൂ. അതിനിടയിൽ ഞാൻ ഇരുന്ന കേസുകൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. തറാവീഹ് നിസ്കരിച്ചിട്ട് 4 റക്അത്ത് കഴിഞ്ഞ് 5-ാമത്തെ റക്അത്തിന് നിന്നപ്പോഴാണ് അയൽവാസിയായ പെണ്ണ് ഉമ്മനെ പള്ളിക്ക് തിരഞ്ഞു വന്നത്. പള്ളിക്ക് വരാത്ത പെണ്ണ് അയൽവാസിയാ, ഉമ്മനെ തിരഞ്ഞ് സലഫി പള്ളിയിലെത്തി. 6-ാമത്തെ റക്അത്തും കഴിഞ്ഞ് സലാം കിട്ടിയപ്പോൾ ഈ പെണ്ണ് പള്ളിനുള്ളിൽ കയറി ഉമ്മനെ തോണ്ടി പറഞ്ഞു, ഇവര് ഒരു കാര്യം പറയാണ്ട്. ഉമ്മ ചോദിച്ചു, എന്താ? നിങ്ങളെ വീട്ടിലെ ആൾക്കാർ കൂടിയാണ്. ഉമ്മ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച, SLC പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി ഫോണും കയ്യിൽ കൊടുത്ത് വീട്ടിൽ നിർത്തിയിട്ട് പള്ളിക്ക് വന്ന ഉമ്മ കാണുന്ന കാഴ്ച, മോളെ റൂമിൽ നിന്ന് ഒരു ചെക്കനെ നാട്ടുകാർ പിടിച്ചിരിക്കുന്നു. എല്ലാവരും പള്ളിയിൽ പോണ സമയമാണ്, ആർക്കും ശ്രദ്ധിക്കാൻ കഴിയില്ല കേട്ടോ. നിങ്ങളെ കുട്ടിയെ, നിങ്ങളെ പെൺകുട്ടിയെ ശ്രദ്ധിക്കാൻ കഴിയില്ല, ആൺകുട്ടിയെ ശ്രദ്ധിക്കാം. എല്ലാവരും പള്ളിയിലാണ്. നോമ്പിൻ്റെ സമയത്ത് ആണുങ്ങളൊക്കെ പള്ളിയിലായിരിക്കും, അത്യാവശ്യം ഒരു ദീനുള്ളവരൊക്കെ പള്ളിയിലായിരിക്കും. ആരാ നിങ്ങളെ കുട്ടീനെ ശ്രദ്ധിക്കുക? ഈ വീട്ടുകാരെയും വരുന്നുണ്ടോന്ന് എങ്ങനെ അറിയാം? നിങ്ങൾ താമസിക്കുന്ന പരിസര പ്രദേശത്തൊക്കെ സലഫി കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിൽ എല്ലാവരും പള്ളിയിൽ പോയിണ്ടാവും. അതുകൊണ്ട് പ്രിയപ്പെട്ട സ്ത്രീകളെ,
നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല പള്ളി നിർബന്ധമാക്കാതിരുന്നത് നിങ്ങളുടെ ഇതുപോലെയുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാവാതിരിക്കാനാണ്. അതുകൊണ്ടല്ല, ആ തറാവീഹ് വീട്ടിലിരുന്ന് നിസ്കരിച്ചാലും മതി. അതുമാത്രവും അല്ല, പിന്നെ ഈ കുട്ടിനെ തോണ്ടുന്നവരുണ്ട്, അതുപോലെ പള്ളിയിൽ പോയവരെയും തോണ്ടാൻ ആൾക്കാരുണ്ട്. അതും നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെയാണ് ബുദ്ധിമുട്ടുള്ളത്. കൊണ്ട് പോകണ്ട, പള്ളിക്ക് പോകണ്ട, വീട്ടിൻ്റെ ഉള്ളിൽ നിസ്കരിക്കലാണ് നല്ലത്. അവർ വീടാണ് അവർക്ക് ഉത്തമം എന്ന് പറയുമ്പോൾ പള്ളിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഇപ്പോൾ എന്ത് ചെയ്തു? പള്ളിയിലേക്ക് പോയാൽ അവിടെ ഒറ്റയ്ക്ക് മകളാരെങ്കിലും കൊണ്ടുപോകും. പള്ളിയിൽ പോയാൽ പള്ളിയിലും പ്രശ്നമാണ്, അവന്മാനെ വേറെ ആരെങ്കിലും തോണ്ടും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് പള്ളിക്ക് പോകണ്ട. അന്നേ പറഞ്ഞു പള്ളിക്ക് പോകണ്ടെന്ന്, പിന്നെയല്ലേ പള്ളിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പറയുന്നു പള്ളിയിലും ബുദ്ധിമുട്ട്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഹ്ലുസുന്നത്തി വൽ ജമാഅ നമ്മോട് പറഞ്ഞു തന്ന കാര്യങ്ങൾ വളരെ വിശാലമാണ്, വളരെ ചിന്താർഹമാണ്. അതൊരിക്കലും ആരെയും ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അത് ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതും ഫുഖഹാക്കൾ നമ്മോട് പറഞ്ഞു തന്ന കാര്യങ്ങളുമാണ്. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ നമ്മോട് പറയുമ്പോൾ നമ്മളതിനെ എതിർക്കാൻ പാടില്ല. കാരണം അത് സത്യമാണ്, അതിൻ്റെ തെളിവുകൾ ധാരാളമുണ്ട്. അത് അന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഇന്നവർ പറയുന്നത്. പോകാൻ പാടില്ല, ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഹക്കായ വിഷയമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഇവരെ കണ്ട് പഠിച്ച് പള്ളിയിലൊക്കെ പോയി അവസാനം പറയും പള്ളിക്ക് പോകണ്ട. ഇതാണ് ഇവരുടെ പതിവ്. സുബ്ഹാനല്ലാഹ്, മുമ്പൊക്കെ അത് പാടില്ല, സിയാറത്ത് പാടില്ല, അങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല, മന്ത്രിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ അവർ പറഞ്ഞു മന്ത്രിക്കാം, സിയാറത്ത് ചെയ്യാം, ബദരീങ്ങൾ വിളിക്കാം എന്നൊക്കെ പറയുന്നു. ഇങ്ങനെ ഇവർ പറഞ്ഞാൽ ആദ്യം ഒരു കാര്യം പറയും, പിന്നെ വേറൊരു കാര്യം പറയും. എന്ത് വിശ്വസിക്കാൻ പറ്റും? പക്ഷേ സുന്നത്ത് ജമാഅത്ത് അങ്ങനെയല്ല, എന്നും ഒരേ വിഷയമാണ്. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ലത് ചെയ്യാനും പ്രവർത്തിക്കാനും കേൾക്കാനും തൗഫീഖ് നൽകി.